ഉണ്ടാക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ വാഴക്കൂമ്പ്. ഈ വാഴക്കൂമ്പ് ഇന്ന് നമുക്ക് ഇതും കൊണ്ടുള്ള ഒരു തോരനുണ്ട്. നമുക്കിന്നൊരു നാടൻ തോരനുണ്ടാക്കാം. വളരെ രുചികരവും എന്നാൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതും പോഷകസമൃദ്ധവുമായ ഒരു തോരൻ. അതിന് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ വാഴക്കൂമ്പ്. ഇന്ന് നമുക്ക് ഈ വാഴക്കൂമ്പാണ് തോരൻ വെക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഇത്രയും തോമര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഏകദേശം ഇത്രയും, ഒരു നിറച്ചെടുത്തിട്ടില്ല, ഇത്രയും തോമര എടുത്തിട്ടുണ്ട്. എല്ലാവരും സാധാരണയായിട്ട് ചെറുപയറാണ് ഇതിൻ്റെ കൂടെ ഇടാറുള്ളത്. ഞാൻ പക്ഷേ തോമരയാണ് ഇന്ന് ഇടാൻ പോകുന്നത്. ഇത് അടുപ്പ് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. വേവുമ്പോഴത്തേക്ക് ആ കൂമ്പൊന്ന് അരിഞ്ഞിടും. ആദ്യം ഇതിൻ്റെ പോളയൊന്ന് ഇളക്കി കളയാം. ഈ മുകളിലത്തെ ഒന്നാമത് കട്ടിയുള്ള പോളെ അങ്ങ് ഇളക്കി കളയുന്നതാണ് നല്ലത്. അപ്പോഴേക്കും നമ്മുടെ തോമര വേവട്ടെ. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനായിട്ടാണ് ഈ പോളയൊന്ന് ഇളക്കി കളയുന്നത്. നമുക്ക് ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ സാധാരണയായിട്ട് പാളാന്തോടൻ്റെയും ഏത്തവാഴയുടെയും ഒക്കെയാണ് എടുക്കാറ്. ചിലരൊക്കെ മറ്റു കൂമ്പുകളൊക്കെ എടുക്കും. ഞാൻ പക്ഷേ അത് രണ്ടേ ഉപയോഗിക്കാറുള്ളൂ. നമുക്കിപ്പോൾ ഇത്രയും മതി. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിതിൻ്റെ എടുക്കാവുന്ന എല്ലാ ഭാഗങ്ങളും എടുത്തു. ഇനി ഇത്രയേ ഉള്ളൂ, അത് നമുക്ക് വേണ്ട, കളഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും ഞാൻ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടി അല്പനേരം ഒന്ന് വയ്ക്കാം. നമ്മുടെ തോമര എന്തായാലും പാകമായിട്ടുണ്ട്. ഇനി ഈ തീ അങ്ങ് പോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കൂമ്പ് അരിഞ്ഞ് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ചതച്ചുകൊണ്ട് വന്നിട്ട് അടുപ്പിൽ വയ്ക്കാം. തോരനെ ചതയ്ക്കുമ്പോൾ ഞാൻ ഇത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുറി, ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ചുള്ളി, ഇച്ചിരി ജീരകം, ഇച്ചിരി വെളുത്തുള്ളി, എരി ഉണ്ടാവാൻ മാത്രമുള്ള കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. ചട്ടി അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിട്ട് ഇടുമ്പോഴേക്ക് കുറച്ച് ഒരു സ്പൂൺ ഉഴുന്നിടുക. ഉഴുന്ന് ചുവന്ന് തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനകത്തിടാം. ഇനി അല്പം ഉപ്പ് ചേർത്ത് മഞ്ഞളും ചേർത്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞളും ചേർത്ത് ഇനി നമുക്ക് വേവാനായിട്ട് അടച്ചു വയ്ക്കാം. വേറെ വെള്ളമൊന്നും ഇതിൻ്റെ കൂടെ ചേർക്കണ്ട. ഇതിനകത്തുള്ള വെള്ളം കൊണ്ട്
വെന്തോളൂ. നമുക്കിത് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ മിക്കവാറുമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അത് ഇതിനകത്ത് ഇടാം. ഇനി ഇതിൻ്റെ കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന തോമരയും കൂടെ ഒന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. മതി. ഇനി നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വാങ്ങാം. ഇനി നമ്മൾ ഈ തീ അങ്ങ് ഓഫാക്കാൻ പോവുക. നമ്മുടെ കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമാണ്. ഒട്ടും കൂമ്പൊന്നും ഇനി കിട്ടിയാൽ ആരും കളയരുത്. കൂമ്പരിയുമ്പോഴും വാഴയ്ക്ക അരിയുമ്പോഴും ഒക്കെ കയ്യിലൊക്കെ കറ പറ്റും. അപ്പോൾ അതിന് ഉപ്പ് പുരട്ടുകയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടുകയോ ചെയ്താൽ മതി, അതങ്ങ് മാറും. അപ്പോൾ കൂമ്പൊന്നും തൊട്ട് ആരും കളയല്ലേ. നല്ല രുചികരമായ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് വിളമ്പാം.